ഇന്നലെ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി കോർപ്പറേറ്റ് വകുപ്പ് മന്ത്രിയുമായും ആയ നിർമ്മല സീതാരാമനെ കേരള ഹൗസിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഞാൻ സഭയിൽ ഉന്നയിച്ചതിന് അദ്ദേഹം മറുപടി നൽകി. പക്ഷെ ആ മറുപടി വളരെ അവ്യക്തമായത്. എന്താണ് കൂടിക്കാഴ്ചയിൽ സംസാരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ മറുപടിയോടുകൂടി ദുരൂഹത കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതേ സംബന്ധിച്ച് ഗവർണർ ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇക്കാര്യത്തിൽ എനിക്ക് മുൻകാലത്തെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അഭിപ്രായം കൂടി അറിയാൻ താല്പര്യമുണ്ട്. ടീം കേരളയോടൊപ്പം അദ്ദേഹം 5 വർഷക്കാലം പ്രവർത്തിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഏതായാലും ഈ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് ധനകാര്യമന്ത്രിയുമായിട്ടോ പ്രധാനമന്ത്രിയായിട്ടൊക്കെ നടത്താൻ കഴിയും. പക്ഷേ ഒരിക്കലും ഒരു അനൗദ്യോഗിക കൂടിക്കാഴ്ച ഇവരാരും തമ്മിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞങ്ങളുമൊക്കെ മന്ത്രിമാരായിരുന്ന കാലഘട്ടങ്ങളിൽ മന്ത്രിമാരെ ഇവിടെ വന്ന് കാണാറുണ്ട്. പക്ഷെ അനൗദ്യോഗിക കൂടിക്കാഴ്ച അതെല്ലാം ഔദ്യോഗിക കൂടിക്കാഴ്ചകളാണ്. അപ്പോൾ എന്താണ് ഈ അനൗദ്യോഗിക കൂടിക്കാഴ്ചയുടെ പ്രത്യേകത? ഇതിന് ഞാൻ PRDയുടെ പത്രക്കുറിപ്പ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് മുഖ്യമന്ത്രി വാസ്തവത്തിൽ ഇതിൻ്റെ ദുരൂഹത നീക്കാൻ കാര്യങ്ങൾ കുറേ കൂടി വ്യക്തമായി സൂചിപ്പിക്കണം. കേരളത്തിൻ്റെ ഏതെല്ലാം അവകാശങ്ങളെപ്പറ്റി സംസാരിച്ചോ, ആവശ്യങ്ങളെപ്പറ്റി പറഞ്ഞോ, കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞോ, നമ്മുടെ വയനാട്ടിലേക്ക് ഗ്രാൻഡായിട്ട് വേണം പണം തരണം എന്നുള്ളത് പറഞ്ഞോ, കാലാവധി നീട്ടുമെന്ന് പറഞ്ഞോ, ഏത് കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്ന് വ്യക്തമാക്കുന്നതിന് എന്താണ് മടിക്കേണ്ട ആവശ്യം? അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ധനകാര്യമന്ത്രിയോട് പറയാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പോൾ അതൊന്നും വ്യക്തമാക്കാതിരിക്കുന്നതിലാണ് ദുരൂഹത നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ വിജയനെതിരായിട്ടുള്ള SFIO അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലാണ് ആ ഒരു അന്വേഷണം വരുന്നത്. ആ ഒരു ഈ ഒരു കൂടിക്കാഴ്ച, അതും അസാധാരണമായ വിധത്തിൽ ഗവർണറുടെ സാന്നിധ്യത്തിൽ നടന്ന കൂടിക്കാഴ്ച അല്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. ഏതായാലും ഈ കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് അറിയാൻ മേലാത്തൊരു കാര്യം ഞാൻ പറയാൻ പാടില്ല. അല്ല, ധനകാര്യം കോർപ്പറേറ്റ് അവരുടെ വകുപ്പല്ലേ. ചെറിയൊരു കുത്തില്ലേ അതിൽ കോർപ്പറേറ്റ് അല്ല, സാധാരണഗതിയിൽ കേന്ദ്രമന്ത്രിമാരെ മന്ത്രിമാർ കാണുമ്പോൾ അത് ഔദ്യോഗിക കൂടിക്കാഴ്ചയാണ്. അനൗദ്യോഗികമായൊരു കൂടിക്കാഴ്ച കേരള ഹൗസിൽ നടന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. ഇന്നലെ അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ ഈ കാര്യം ആവശ്യപ്പെട്ടത്. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാനത് പൊതുവെ പറയേണ്ടി വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ അതെങ്ങനെയാണ് പ്രതിപക്ഷം? അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് ഞാൻ ആരോപിക്കുകയുണ്ടായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ BJPയുടെ വോട്ട് പോയത് CPMനാണ്, LDFനാണ്. കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണമെന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ടാണ് BJP ഈ വോട്ടെല്ലാം മറിച്ചു. അവർക്ക് BJPക്ക് കേരളത്തിലൊരു സീറ്റ് പോലും ജയിക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ കോൺഗ്രസ് ജയിക്കരുത്, അതാണ് അവരുടെ ലക്ഷ്യം. അതിനി ആവർത്തിക്കപ്പെടാനാണോ? അത് ആവർത്തിക്കപ്പെടാൻ ഏതായാലും കേരളത്തിലെ ജനങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ചായ കുടിക്കൽ എങ്ങനെ കൈകോർക്കലാകുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നത്. ഇതൊന്നും വലിയ വിവാദമാക്കേണ്ടതില്ല എന്നുള്ള ധ്വനിയാണ്. അതെ, അതുകൊണ്ടാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ സുരേന്ദ്രൻ അങ്ങനെ പറയില്ലായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മയപ്പെട്ടുള്ള പ്രതികരണം തന്നെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഒരു സംശയവുമില്ല. കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടാതെ ഇരിക്കുമ്പോൾ എന്നാൽ കോൺഗ്രസിനെ തകർക്കുക, LDFനെ തകർക്കുക, LDFനെ സഹായിക്കുക എന്നുള്ളതാണ് അവരുടെ നയം. അതായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അന്തർധാര ഈ കൂടിക്കാഴ്ചയോടുകൂടി അത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മഹാരാഷ്ട്രയുടെ ചുമതല അങ്ങേക്കുണ്ടല്ലോ. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഈ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ നടക്കുക. അതവിടെ ഇപ്പം നാഗ്പൂരിൽ പ്രശ്നങ്ങളുണ്ടായി എന്നറിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് അവിടെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ എല്ലാവരും സഹകരിക്കാനുള്ളതാണ്. അത് കാരണം അവിടെ ഇങ്ങനെ വർഗീയമായ ചേരിതിരിഞ്ഞുള്ള കലാപങ്ങൾ ഉണ്ടാകുന്നത് ശരിയല്ല. അതിനുവേണ്ടി ആര് ശ്രമിച്ചാലും അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞാൻ ഇന്ന്
മഹാരാഷ്ട്രയിലെ നേതാക്കളെ വിളിച്ചിട്ടുണ്ട്. അവരോട് സംസാരിച്ചിട്ട് പട്നായിക് വെറുതെ മുന്നോട്ട് പ്രീ പ്ലാൻഡ് സംഭവം അതറിയില്ല. എന്തായാലും ഞാൻ മഹാരാഷ്ട്ര നേതാക്കളെ ഇന്ന് വിളിച്ചിട്ടുണ്ട്. അവരോട് സംസാരിച്ച് കോൺഗ്രസ് സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി തന്നെ മുൻകൈ എടുക്കും.